കാണുന്നുണ്ടോ? എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? അവൻ തൊട്ട് പിന്നാലെ ഫോളോ ചെയ്യുന്നുണ്ട് മാഡം. എല്ലാരും അലേർട്ടായിരിക്കും. ഓക്കെ മാഡം. കീപ് ഫോളോയിങ്. ഞാൻ പിറകെ തന്നെ ഉണ്ട് മാഡം. മാഡം അവൻ നിങ്ങളുടെ വീഡിയോ എടുക്കുന്നുണ്ട്. നീ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? യെസ് മാഡം. ഇങ്ങനെ പെണ്ണുങ്ങളെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങോട്ട് വരുന്നത്? നിങ്ങളെ പോലുള്ളവരാ പാർക്കിന് ചീത്തപ്പേര്. ഇങ്ങോട്ട് പാടാ, നീ ആരെങ്കിലും ആയിക്കോട്ടെ. ഈ ഗ്രീനറി, ഈ വാട്ടർ, ഹോ, ഈ നേച്ചർ നിങ്ങൾക്കും ഇഷ്ടമല്ലേ? ഐ ലവ് നേച്ചർ. ഹേയ് 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 ലിസൺ, ജസ്റ്റ് വൺ സെക്. നേച്ചർ ടോപ്പിക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ഒരു കോഫി കുടിച്ചാലോ? ഡോണ്ട് യു ഗെറ്റ് ഇറ്റ്? ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. എന്താണ് ഈ ഓവറായിട്ട് ചെയ്യുന്നേ? അറസ്റ്റ് ചെയ്യ. എന്ത് ധൈര്യത്തിലാണോ നിങ്ങൾ ചെയ്തേ? മഫ്തിയിൽ വന്ന് ഈഫ്റ്റീസിങ് ചെയ്യുന്നവരെ പിടിക്കാമെന്ന് കരുതിയാ ഞങ്ങൾ വന്നേ. ഞങ്ങളുടെ മേഡത്തിന്റെ ധൈര്യത്തിന് നീ കൈവെക്കുന്നോടാ. വാടാ അങ്ങോട്ടോ, ബാക്കി നിനക്ക് സ്റ്റേഷനിൽ വെച്ച് തരാടാ. വാ. എന്താടാ നോക്കുന്നേ? നടക്കടാ അങ്ങോട്ട്. ഓ ഇങ്ങോട്ട് വാടാ. സാർ, എന്നെ മാത്രം അകത്തിട്ട് പൂട്ടി. അവനെ കണ്ട അടിപൊളിയായിട്ട് പുറത്തിരിക്കുക. താൻ വിഷമിക്കാതിരിക്കേ, അവനെയും പിടിച്ച് അകത്തിട്ടാ പോരെ. എഴുതിയില്ലേ? എഴുത്. ഞാൻ ചെയ്തത് തെറ്റാ. ഇതുപോലെ ഞാൻ ഇനി ആവർത്തിക്കില്ല. എന്താ ഇതൊക്കെ? ഞാനെന്താ സ്കൂൾ പയ്യനോ? മാഡം ആയതുകൊണ്ട് സ്കൂൾ ലെവലോട് നിർത്തി. ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഉണ്ടല്ലോ, ആവശ്യമില്ലാത്തൊന്നും ചോദിക്കാതെ മര്യാദയ്ക്ക് പോയി എഴുത്. എനിക്കൊരു ഫോൺ ചെയ്യണം. നിന്റെ പാരന്റ്സിനെയൊക്കെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞു. പോയിരുന്ന് എഴുതടാ. സി എവിടെ ഉള്ളത്? എവിടെയുണ്ട് സർ? എന്ത് തെറ്റ് ചെയ്തിട്ട് അറസ്റ്റ് ചെയ്തത്? ACP മാമിന്റെ പുറത്ത് തന്നെ കൈവച്ചു. അതെന്താ അത്ര വലിയ കുറ്റമാണോ? അല്ലാതെ പിന്നെ അത് ആക്സിഡന്റലി കൈമുട്ടിയതായിരിക്കും. ആക്സിഡന്റിൽ ചെയ്തതോ? പാസ്വേഡ്. ആക്സിഡന്റ് ആയിട്ട് കൈ കൊണ്ടതാ. ആ പെണ്ണ് സുന്ദരിയാണെങ്കിൽ ആരും കണ്ടാ നോക്കി പോവില്ലേ? കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നുകൊണ്ട് വീഡിയോ എടുത്തു. ഇതിലെന്താ തെറ്റാവുള്ളത്? സെക്ഷൻ 354 അറസ്റ്റ് ചെയ്യാമോ? ഓക്കെ മാഡം. മഫ്റ്റിയിലല്ലായിരുന്നോ? ഫിഗർ ആര് പോലീസ് ആരെന്ന് അറിയാതെ സംഭവിച്ചതല്ലേ. ഈ ഒരു പ്രാവശ്യത്തേക്ക് വിട്ടേക്കുന്നേ. നെക്സ്റ്റ് ടൈം ലേഡീസ് പോലീസിന് മേലെ കൈവെക്കില്ല. തനിക്കെന്ത് ഭ്രാന്താണോ ഇത്ര നിസ്സാരായിട്ട് സംസാരിക്കുന്നത്? താൻ എന്താ സംസാരിക്കുന്നതെന്ന് അറിയോ തനിക്ക്? ഇവനെ നന്നാക്കാനാ തന്നെ വിളിച്ച്. താൻ അതിലും വലിയ പേവേർട്ടായി പോയി. പിന്നെ എങ്ങനെയാണ് തന്റെ മോനൊന്ന് നന്നാവുക? എന്താ മാഡം, ഇവൻ റേപ്പോ മർഡറോ ചെയ്ത പോലെ വലിയ ഇഷ്യൂ ആക്കുന്ന. ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് അതാ. ഈ പ്രായത്തിൽ ഇത്രയെങ്കിലും ഒക്കെ ചെയ്തില്ലെങ്കിൽ അല്ല ആരെങ്കിലും കംപ്ലൈന്റ് തന്നായിരുന്നു. ഇതിനെ പറ്റി ആരും ഇതുവരെ കംപ്ലൈന്റ് ചെയ്യാത്തോണ്ടാ ഇങ്ങനെ മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. ഒരു കംപ്ലൈന്റ് വന്നാലുണ്ടല്ലോ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ഇങ്ങനെയായിരിക്കില്ല. എന്തോ ടെൻഷനിൽ ഇങ്ങനെ സംസാരിച്ചാ മാഡം, ഇനി ഇങ്ങനെ സംഭവിക്കില്ല. ഒന്ന് വിട്ടേക്കും. ആദ്യം തന്നെ പോലുള്ള വക്കീലമാരുണ്ടല്ലോ ഇതുപോലുള്ള റേപ്പ് കേസുകൾ വാദിക്കുന്നത് നിർത്തണം. സത്യത്തിൽ ഇതുപോലുള്ളവന്മാരെ നാണം കെടുത്തി അകത്തിടണം. അതോടെ ജീവിതം ഇല്ലാണ്ടാവും. കോട്ട ഒരു ചാൻസ് കൊടുക്കാന്ന് വെച്ചപ്പോ അങ്ങ് കയറി ഓവറാവുന്നു.
അവൻ മാറൂ അത് താൻ മാറ്റുമെന്ന് എനിക്കറിയണ്ടേ. ഇവനെതിരെ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ എവിഡൻസ് ഒക്കെ എപ്പോ വേണമെങ്കിലും ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും പെണ്ണ് വിഷയത്തിൽ ഇനി നീ പോയെന്നറിഞ്ഞാ പിന്നെ നിന്റെ ഫ്യൂച്ചർ ഞാൻ തീരുമാനിക്കും. പോടോ. അരുൺ അരുൺ എന്താ പ്രശ്നം? നിക്കടാ. എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പെണ്ണും എന്നോട് സംസാരിച്ചിട്ടേ ഇല്ല. നീ കാരണമാ ഫസ്റ്റ് ടൈം ഒരു നായ് എന്റെ നേരെ നോക്കി കുരയ്ക്കുന്നത്. ഛേ, എന്റെ മാനം തന്നെ കളഞ്ഞല്ലോ. എന്തൊരു അഹങ്കാരം അവൾക്ക്. ആ പോലീസ് ഡ്രസ് ഇട്ടേക്കുന്നുണ്ടല്ലേ, ആദ്യം അവളുടെ ഡ്രസ്. അതെ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താടി, ആരോ എന്നോട് ഇങ്ങനെ മര്യാദ ഇല്ലാതെ സംസാരിച്ചെന്ന് അറിഞ്ഞപ്പോ നിനക്കും ഇങ്ങനെ സംസാരിക്കാൻ ധൈര്യം കിട്ടിയോ? അങ്ങനെയൊന്നുമില്ല. എടാ എടാ, അവിടെ എന്താ ചെയ്യുന്നേ? നിന്റെ ദേഷ്യം ഇവിടെയല്ല, എവിടെ കാണിക്കണോ അവിടെ കാണിക്കണ്ടേ. ബൈക്ക് റൈഡർ സംയുക്ത അവർകൾ മെയ്ഡ് ഇൻ പാനേഷ്യ ബൈക്ക് റൈഡ് ടൂർ സ്പോൺസർ ചെയ്യുന്നത് ഈ റൈസ് ടുഗദറിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഐ റിക്വസ്റ്റ് മിസ് സംയുക്ത മാഡം ടു സേ സംതിങ്. എന്റെ പാഷൻ മനസ്സിലാക്കി എന്റെ ടൂറിന് സ്പോൺസർ ചെയ്ത റൈസ് ടുഗദറിന് താങ്ക്സ്. ആക്ച്വലി കോളേജ് പഠിക്കുന്നവരെ എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയത്തില്ലായിരുന്നു. എന്റെ സീനിയർ കിരൺ മാം അവര് ബൈക്ക് ഓടിക്കുന്നത് കണ്ട് അവരോട് സംസാരിച്ചതിന് ശേഷം ഞാൻ വളരെ ഇൻസ്പയർ ആയി. താങ്ക്സ് മാം ഫോർ ഇൻസ്പയറിംഗ് മീ. ഗുഡ് ഈവനിങ് എവരിബഡി. നൗ ഡേയ്സ് ആരെങ്ങനെ വേണമെങ്കിലും ഇൻസ്പയർ ആവാം. എന്നാ ആ ഇൻസ്പിറേഷനെ അച്ചീവ്മെന്റ് ആക്കി മാറ്റിയെടുക്കാന്നുള്ളത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ് അറ്റ് ഓൾ. കൺഗ്രാറ്റ്സ് സംയുക്ത. ബൈക്ക് റൈഡിംഗ് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് തരും. അത് നമ്മൾ ഇൻഡിപെൻഡന്റ് ആവാനും സഹായിക്കും. സംയുക്ത, ഇഫ് പോസിബിൾ നിന്നെപ്പോലുള്ള മറ്റു പെൺകുട്ടികൾക്കും ഇതുപോലെ ബൈക്ക് റൈഡിംഗ് പഠിപ്പിച്ചു കൊടുത്ത് അവർക്കും ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റിയ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്. ഷുവർ. സാർ, എന്തിനാണ് ചിരിക്കുന്നേ? നിന്നെ കുറിച്ചൊന്നും അല്ല മനസ്സിൽ. കണ്ടില്ലേ, അവനല്ലേ അത്. ആ, അവനെ പോലെ തന്നെ ഉണ്ട്. ആ, എന്തുവാണ് കാണിക്കുന്നത് അവിടെ? എന്താന്ന് എന്താണ് കാണിച്ചേ? ഫോൺ തന്നെ. ഫോൺ തരാനാ പറഞ്ഞേ. താനാണല്ലേ പറഞ്ഞേ? ഫോൺ കാണിക്കണം. വീഡിയോയിൽ കണ്ടിട്ട് അറിയുന്നില്ല. താനാണല്ലേ പറഞ്ഞേ? നിന്നെ ഉണ്ടല്ലോ. എന്തിനാണ് നീ ഇപ്പോ ഫോൺ വിളിച്ചത്? നിന്നെ കൊന്നോളെ പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയേക്കാം. എനിക്ക് പുതിയ ഫോൺ വേണം. ഞാൻ ശരിയാക്കി തരാം ഫോൺ. ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. ആ ചാനൽ വെച്ചേ. കോൺഫിഡൻസ് ഇല്ലാത്ത കാരണമാണ് എല്ലായ്പ്പോഴും സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴും കുറ്റം ചെയ്ത കുറ്റവാളികളെക്കാൾ കംപ്ലൈന്റ് ചെയ്യാത്ത വിക്ടിംസിനോടാണ് ദേഷ്യം വരുന്നത്. ഇരയായ പെൺകുട്ടികളിൽ 90% ഇപ്പൊ പോലും പോലീസിൽ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കാൻ പേടിയുള്ളവരാണ്. ഈ ഒരു ഭയമാണ് ക്രിമിനൽസിനുള്ള ധൈര്യവും. ഒരു വിക്ടിമിന്റെ സൈലൻസ് ആണ് ക്രിമിനൽസിന് വീണ്ടും വീണ്ടും ആ തെറ്റ് ചെയ്യാനുള്ള ധൈര്യം കൊടുക്കുന്നത്. ആരെങ്കിലും ഒരാള് ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് ഈ സൈലൻസിനെ ബ്രേക്ക് ചെയ്യും വരെ ഈ ചെയിൻ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. സോ ഭയപ്പെടാതെ എല്ലാവരും മുന്നോട്ട് വന്ന് ഈ ചെയിൻ ബ്രേക്ക് ചെയ്യുന്ന ഓരോരുത്തരും നിങ്ങളെ തന്നെയും അതുപോലെ നിങ്ങളെ പോലുള്ള ഓരോ പെൺകുട്ടികളെയും രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കിരൺ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. എന്റെ നെക്സ്റ്റ് ടാർഗറ്റ് നീയാ. നിന്റെ ഫ്യൂച്ചർ എന്താന്ന് ഞാൻ ഡിസൈഡ് ചെയ്യും. അളിയ, ഈ കേസ് അങ്ങ് വിട്ടുകളി. അവളൊരു പോലീസാ. എന്തിനാ വേണ്ടാത്ത പ്രശ്നം? പോലീസ് ആണെങ്കിൽ അവൾക്ക് എന്താ 2 കൊമ്പുണ്ടോ? ആഫ്റ്റർ ഓൾ വെറും ഒരു ലേഡി പോലീസ് അവള്. ഞാൻ അവളെ വിടില്ല.